ഓണക്കാലമായി പായസം എന്നാൽ മലയാളികൾക്ക് ഇപ്പോഴും പ്രിയം പഴയ രുചികളോടാണെന്ന് ഈ രംഗത്തെ പ്രമുഖർ പറയുന്നു. പഴം പ്രഥമൻ, പാലട, പരിപ്പ്, ഗോതമ്പ് അങ്ങനെ. അതായത് പായസ രുചിയിൽ ട്രെൻഡ് പഴമയ്ക്ക് തന്നെയാണ്. പായസത്തിൻ്റെ പണിപ്പുരയിലാണല്ലേ? അതെ അതെ അതെ. ഈ ഓരോ വർഷം കഴിയുന്നതേ മലയാളികൾക്ക് പായസത്തിലുള്ളൊരു രുചിഭേദം മാറുന്നു തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് തന്നെയാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പഴം പ്രഥമനും പരിപ്പ് ഇതൊക്കെയാണോ ഇപ്പോഴും മെയിനായി പോകുന്നത്? ട്രെൻഡിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് വെറൈറ്റി ഓഫ് പായസംസ് നമുക്ക് ഉണ്ട്. പക്ഷേ ട്രഡീഷണൽ ആയിട്ട് പായസം എന്ന് പറയുമ്പോഴത്തേക്കും പഴയ സിസ്റ്റം ഉള്ളത് തന്നെ ചെറുപരിപ്പ് പായസം, കടലപ്പരിപ്പ് പായസം, ഗോതമ്പ് പായസം, പഴപ്രഥമൻ അങ്ങനെയുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ തിരുവോണത്തിൻ്റെ പ്രത്യേകത വരുമ്പോൾ തിരുവോണത്തിന് നമുക്ക് പാലടയും പഴപ്രഥമനുമാണ് പ്രാധാന്യം. ഈ ഇടയ്ക്ക് വേറെ ചില രുചികൾ കയറി വന്നിരുന്നല്ലോ, ചക്കപ്പായസം, അതുപോലെ തന്നെ ക്യാരറ്റ് പായസം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഓണം വരുമ്പോഴത്തേക്കും നമ്മൾ ട്രഡീഷനിലേക്കാണല്ലോ തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ബട്ട് വളരെ റെയറാണ്. ഈ കഴിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു അതാണ് തോന്നുന്നു അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പലരും ഷുഗറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ആളുകൾ മധുരം കുറച്ച് മതി അല്ലെങ്കിൽ മധുരം കൂട്ടി വേണം. പക്ഷേ ഓണക്കാലത്ത് ആളുകൾക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. അത് യൂഷ്വലി പറയാറുള്ള കാര്യം. കാരണം പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ഒരുവിധം ആൾക്കാർക്ക് ഈ പറയുന്ന ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അവർ ഇൻടേക്ക് കണ്ടൻസ് കുറവാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിക്കുമ്പോഴത്തേക്കും അത് കൂടുതലായിട്ട് തോന്നുള്ളൂ. നമ്മൾ അന്നും ഇന്നും ആ ഒരു റേഷ്യോ ഉണ്ട് ഞങ്ങൾക്ക്. ഇത്ര ലിറ്റർ പാലിൽ ഇത്ര പഞ്ചസാര, ആ കണക്ക് വെച്ച് തന്നെ പോണത്. കൂട്ടുമില്ല കുറയ്ക്കുമില്ല. ഈ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റ് ആയിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത് പായസത്തിൻ്റെ കാര്യത്തിൽ? പായസത്തിൻ്റെ കാര്യത്തിൽ എറണാകുളം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പാലടയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നത്. പാലടയാണ്. പിന്നെ ശർക്കര പായസം പ്രധാനം നോക്കുകയാണെങ്കിൽ പരിപ്പായിരിക്കും ആൾക്കാർ പ്രിഫർ ചെയ്യുക. സെക്കൻഡ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ പാലട എന്നുള്ള പാൽപ്പായസവും ശർക്കരയുടെയും അടപ്പായസം എന്ന് പറയുന്നത് അടപ്രഥമനാവും. അതായത് പായസത്തിന് കാലങ്ങൾക്കിടയിൽ രുചിഭേദങ്ങൾ ഏറെ വന്നെങ്കിലും മലയാളികൾക്കിടയിൽ ഇപ്പോഴും ട്രെൻഡ് പഴയ രുചികൾ തന്നെയാണ് ഉറപ്പിക്കുകയാണ് ഈ രംഗത്തെ പ്രമുഖരൊക്കെ. സുജോയ് എഡ്വേർഡിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.